And welcome to the new video. In this video, I'll be discussing in detail about sampling and an effect aliasing or an error which is occurring in case of sampling. Okay. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനും അതിൻ്റെ സ്റ്റെപ്സും അതിൽ ഏറ്റവും ഇനീഷ്യൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റെപ്പാണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു. സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ അനലോഗ് സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലായി മാറ്റുന്നത്, ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആയിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പിളിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനിൽ. അതിൽ വരുന്ന ഒരു എഫക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആണ് ഏലിയാസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നലിനെ സാമ്പിളറിൽ കൂടെ കടത്തി വരുന്നു. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ സ്വിച്ച് വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് ഡിസ്ക്രീറ്റ് ഇൻ്റർവെൽസ് സേ എൻ ടി. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എക്സ് ഓഫ് എൻ ടി നമുക്ക് കിട്ടുവാണെങ്കിൽ എക്സ് ഓഫ് എന്ന് റെപ്രസെൻറ്റ്. അപ്പോൾ ഒന്ന് ഇവിടെ എഴുതി പോയിരിക്കുന്നു, ഇഫ് ടി ഈസ് ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ സക്സസീവ് സാമ്പിൾസ് then the discrete time signal can be represented as x of nt equal to x of n. അതായത് സക്സസീവ് ഇൻ്റർവെൽ സാമ്പിളിംഗ് ഇൻ്റർവെൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു 0t 2t. അപ്പോൾ അത് രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ടി ആണ് വരുന്നത്. 2t മൈനസ് ടി ചെയ്താലും ടി, 3t മൈനസ് 2t ചെയ്താലും ടി. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. സക്സസീവ് സാമ്പിൾസിൻ്റെ ഇൻ്റർവെൽ ടി ആണെങ്കിൽ നമുക്കൊരു സിഗ്നൽ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ എക്സ് ഓഫ് എൻ ടി എന്നുള്ളതിന് പകരം സിംപ്ലി എക്സ് ഓഫ് എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം ഇൻ ദ ഇൻ്റർവെൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ എൻ ആണ് അവിടുത്തെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഒരു ആക്സിസ് അല്ലെങ്കിൽ ഒരു ബേസ് ആയിട്ട് എടുക്കുന്നത്, ടൈം ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ്. ദ ടൈം ഇൻ്റർവെൽ ബിറ്റ്വീൻ സക്സസീവ് സാമ്പിൾസ് ഈസ് കോൾഡ് ദ സാമ്പിളിംഗ് പീരീഡ്. സോ ആ സാമ്പിളിംഗ് പീരീഡ് എന്നാണ് നമ്മൾ സക്സസീവ് ഇതിൻ്റെ ഇടയിലുള്ള പീരീഡിനെ പറയുക സാമ്പിളിംഗ് പീരീഡ്. ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 1/t വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എഫ് എസ് ഈസ് കോൾഡ് ദ സാമ്പിളിംഗ് റേറ്റ്. ഓക്കെ, അതിനെ 1/tനെ അല്ലെങ്കിൽ എഫ് എസിനെ നമ്മൾ വിളിക്കുന്നത് സാമ്പിളിംഗ് റേറ്റ് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യം വരാം. സോ രണ്ട് കോൺസിക്യൂട്ടീവ് സാമ്പിൾസിൻ്റെ ഇടയിലുള്ള പീരീഡിനെ ആണ് നമ്മൾ സാമ്പിളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ റെസിപ്രോക്കലിനെ 1/ടൈം പീരീഡിനെ 1/സാമ്പിളിംഗ് പീരീഡിനെ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഒരു സൈൻസോയിഡൽ സിഗ്നൽ എടുത്തിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് ആണ് ഇവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിലാണ് ഈ ഏലിയാസിംഗ് എന്നുള്ള എഫക്റ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സൈൻസോയിഡൽ സിഗ്നൽ കൺസിഡർ ചെയ്യാണ് എക്സ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ഒമേഗ ടി. ഇപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള തന്നെയാണ്, ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡൊമൈനിലാണ് എടുക്കുന്നത്, ഒമേഗ ഈ ഓം പോലത്തെ റെപ്രസെൻറ്റേഷനിലായിട്ടുള്ള ഒമേഗ നോർമലി നമ്മൾ അനലോഗ് റെപ്രസെൻറ്റേഷനിലാണ് എടുക്കുന്നത്. അനലോഗിലും ഡബ്ല്യു പോലത്തെ ഒമേഗ നമ്മൾ എടുക്കുന്നത് ഡിജിറ്റൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന അനലോഗ് സിഗ്നൽ എന്നാണ് എക്സ് ഓഫ് ടി ഈക്വൽ ടു സൈൻ ഒമേഗ ടി. ആൻഡ് സാമ്പിൾ സൈനസോയിഡൽ സിഗ്നൽ ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വാട്ട് ടി ഈസ് ഈക്വൽ ടു എൻ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സാമ്പിൾ വേർഷൻ എഴുതാം. അപ്പോൾ എക്സ് ഓഫ് എൻ ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടിക്ക് പകരം ഞാൻ എൻ ടി എന്ന് എഴുതി. ആൻഡ് ദിസ് ഈസ് റിട്ടേൺ ആസ് സൈൻ ഒമേഗ എൻ. ഈ ഒമേഗ ടീനെ നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഒമേഗ ഡബ്ല്യു പോലത്തെ ഒമേഗ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. സോ എക്സ് ഓഫ് എൻ ടി ഈസ് ഈക്വൽ ടു സൈൻ ഒമേഗ എൻ. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഈസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി വേരിയബിൾസ് ഒമേഗ ആൻഡ് ഒമേഗ. അപ്പോൾ അതായത് അനലോഗ് ഫ്രീക്വൻസിയുടെ റേഞ്ചും ഡിജിറ്റൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയുടെ റേഞ്ചുമാണ് മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. റേഞ്ച് ഓഫ് ഫ്രീക്വൻസി വേരിയബിൾ ഒമേഗ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഈസ് ബിറ്റ്വീൻ മൈനസ് ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റി. മൈനസ് ഇൻഫിനിറ്റിക്കും ഇൻഫിനിറ്റിക്കും ഇടയിലാണ് അനലോഗ് ഫ്രീക്വൻസി. ബട്ട് ദ റേഞ്ച് ഓഫ് digital or discrete frequency omega is between minus pi and pi, and that is the periodic sampling of a continuous time signal maps the infinite frequency variable omega into finite discrete frequency variable omega. സോ നമ്മൾ അനലോഗ് ടു ഡിസ്ക്രീറ്റ് കൺവേർഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി വാരിയബിൾ ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ നിന്ന് മാറി ഫൈനൈറ്റ് ഡ്യൂറേഷനിലേക്ക് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. The periodic sampling of a continuous time signal maps the infinite frequency variable omega into a finite frequency variable omega. അപ്പോൾ അതിവിടെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ആയിട്ട് കാണിച്ചാണ്. നമ്മൾ ഇൻപുട്ടായിട്ട് എക്സ് ഓഫ് ടി കൊടുത്താൽ ഔട്ട്പുട്ട് എക്സ് ഓഫ് എൻ ടി തരണം. ആ ഇൻപുട്ട് സൈൻ ഒമേഗ ടി ആണ് എടുക്കുന്നത്. സോ ഈ എ ഡി സി സാമ്പിൾ ചെയ്യുന്നു വിത്ത് സാമ്പിളിംഗ് ഫ്രീക്വൻസി ഒമേഗ എസ് അല്ലെങ്കിൽ 2π/t. അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ ഒമേഗ എൻ. അപ്പോൾ ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്.
So the output of the ADC at frequency that പിന്നെ ഇതിൽ അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇനിയൊരു അനാലിസിസ് നടത്താനാണ് ഇവിടെ നമ്മൾ പോകുന്നത്. അപ്പോൾ അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കുകയാണ് എന്താ പറയുക, ഫ്രീക്വൻസി ഡിഫേഴ്സ് ബൈ മൾട്ടിപ്പിൾസ് ഓഫ് 2π/t. 2π/tയുടെ ഡിഫറൻസിലുള്ള, അതായത് നമ്മൾ സാമ്പിളിംഗ് റേറ്റിൻ്റെ ഡിഫറൻസിലുള്ള വേറെ സിഗ്നൽ എടുത്തിട്ട് എന്താണ് അതിൻ്റെ ഒരു വാല്യൂ കിട്ടുന്നത് എന്ന് നോക്കുകയാണ്. സോ ദ ഔട്ട്പുട്ട് ഓഫ് ADC at frequency that differs by multiples of 2π/t. Multiple 2π/t എന്ന് പറഞ്ഞാൽ ഒമേഗാസിൻ്റെ മൾട്ടിപ്പിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ എക്സ് ഓഫ് എൻ്റെ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എക്സ് ഓഫ് എൻ ഈക്വൽ ടു സൈൻ ഒമേഗ NT ആയിരുന്നു. അതിലെ ഒമേഗ മാറ്റിയിട്ട് എന്താക്കി നമ്മൾ ഒമേഗ പ്ലസ് 2πm/t. എം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. 1 2 3 എന്ത് വാല്യൂ എടുക്കുക. അപ്പോൾ ഇതാണ് 2π/tയുടെ മൾട്ടിപ്പിൾ. ആ ഫ്രീക്വൻസിയിൽ ജസ്റ്റ് അത് നമ്മൾ ആഡ് ചെയ്തു. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എന്താ വരിക, സൈൻ ഒമേഗ NT പ്ലസ് ഈ ടീൻ്റെയും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2πmn എന്ന് വരും. ഈ 2πmn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, 2πക്ക് ഈക്വൽ ആണ്, 0 പോലെയാണ്. അപ്പോൾ അത് അവിടെ നിന്ന് ഒഴിവായി പോകും. ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, സൈൻ ഒമേഗ NT എന്ന് കിട്ടി. ഏത് 2πm വെച്ചിട്ടുള്ള ഒരു ഇൻഡിജർ മൾട്ടിപ്പിൾ വെച്ചിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സെയിം എന്ത് തന്നെ വന്നേ, സൈൻ ഒമേഗ n തന്നെയല്ലേ വന്നേ. തുടങ്ങിയ അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ വീണ്ടും എവിടേക്ക് തന്നെ എത്തി, സൈൻ ഒമേഗ NTയിലേക്ക് തന്നെ എത്തി. ഇതേ കാര്യം തന്നെ കിട്ടി. അപ്പോൾ ഒമേഗ എസിൽ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൽ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾസിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടുന്നത്, സെയിം തന്നെ കിട്ടും. അപ്പോൾ ഇതിൽ മീനിങ് ഇതാണുള്ളൂ, സിഗ്നൽസ് സൈൻ ഒമേഗ T ആൻഡ് സൈൻ ഒമേഗ പ്ലസ് ഒമേഗ S into T produces same output samples. So sin omega T കൊടുത്താലും sin omega plus omega ST കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ത് തന്നെയാണ്, സെയിം ആണ്, sin omega NT എന്നുള്ള ഔട്ട്പുട്ട് ആണ്. So the sequence X of n obtained by sampling the sinusoidal signal of omega radian per second or f hertz also exactly represents the sine wave at other frequencies. That is omega plus 2π/t into k or f plus kfs. അപ്പോൾ ഈ എന്താ പറയുക, എഫ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒമേഗ എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയിൽ സാമ്പിൾ ചെയ്താൽ കിട്ടുന്നതും ഒമേഗ പ്ലസ് 2π/t k ഉള്ള ഫ്രീക്വൻസിയിലുള്ള സാധനങ്ങൾ തന്നെ സാമ്പിൾ ചെയ്താൽ കിട്ടുന്നതും സെയിം കാര്യം തന്നെയാണ്. സോ സീക്വൻസ് ഒബ്റ്റെയിൻ ബൈ സാമ്പിളിംഗ് X of n obtained by sampling signal with frequency omega ആയാലും ഒമേഗ പ്ലസ് 2π/t k ആയിട്ടുള്ള ഏതിനെ സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ത് തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് കിട്ടുന്നത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒബ്സർവേഷൻ. അതായത് when sampled at a rate of fs samples per second and if k is a positive or negative integer, we cannot distinguish between the sample values of a sine waveform of frequencies f hertz and f plus k fs hertz. അതായത് നമ്മൾ fs എന്നുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ സാമ്പിളിംഗ് റേറ്റ് എങ്കിൽ നമ്മൾ സാമ്പിൾ ചെയ്യുന്ന സിഗ്നൽ എഫ് ഉള്ളതായാലും എഫ് പ്ലസ് കെ എഫ് എസ് ഉള്ളതാണെങ്കിലും എന്താ ഇപ്പോൾ കെയുടെ ഡിഫറെൻറ്റ് വാല്യൂസിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതിൻ്റെ സാമ്പിളാണ് ഇപ്പോൾ കയ്യിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ this is an infinite thus an infinite number of continuous time sinusoids are represented by the same set of samples. So ഒരു particular set of samples കിട്ടാൻ പല പല എന്താ പറയുക ഇൻപുട്ടിൽ നിന്ന് എക്സ് ടി പലതായി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എക്സ് ഓഫ് എൻ ടി എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരുന്നത് ഈ ഒരു കേസ് ഫോളോ ചെയ്യുമ്പോൾ, അതായത് ഫ്രീക്വൻസി എഫ് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും എഫ് പ്ലസ് കെ ടൈംസ് സാമ്പിളിംഗ് റേറ്റ് വെച്ച് ചെയ്ത് ഉള്ള സിഗ്നലിനെ സാമ്പിൾ ചെയ്താലും നമുക്ക് സെയിം സാധനം കിട്ടും. സോ ആസ് എ റിസൾട്ട് ആൻ ആംപ്ലിറ്റ്യൂഡ് എക്സിസ്റ്റ് ആസ് ടു വിച്ച് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടി ദീസ് വാല്യൂസ് റെപ്രസെൻറ്റ്. അപ്പോൾ ഇത് ഏത് ആരുടെയാണ് ശരിക്കും എന്നുള്ളത് നമുക്കവിടെ ഒരു ഐഡിയ ഇല്ലാത്ത പോലെയായിട്ട് വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സിനുസോയിഡൽ സിഗ്നൽസ് വിത്ത് ഫ്രീക്വൻസീസ് കൺസിഡർ. സൈൻ വേവ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സൈൻ വേവ്സ് വിത്ത് ഫ്രീക്വൻസീസ് എത്ര എടുക്കാം, നമുക്കൊരു 10 ഹെർട്സ് ആൻഡ് 40 ഹെർട്സ്. 10 ഹെർട്സും 40 ഹെർട്സിലുള്ള സൈൻ വേവ്സ് ആണ്. അതിനെ നമ്മൾ ഇതിലേക്ക് വിടുന്നു, വിച്ച് ഈസ് അപ്ലൈഡ് ടു ആൻ എ ഡി സി. എ ഡി സിയിലാണല്ലോ ഈ പ്രശ്നം വരുന്നത്, സാമ്പിളിംഗ്. എ ഡി സി വിത്ത് സാമ്പിളിംഗ് ഫ്രീക്വൻസി 30 ആണെന്ന് വിചാരിക്കുക, 30 ഹെർട്സ്, 30 ഹെർട്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ 10ഉം രണ്ടാമത്തെ 40 ആണ്, എഫ് എസ് 30 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ x1 എന്ന് വിളിക്കുകയാണെങ്കിൽ സേ x1
NT is equal to നമുക്ക് എന്താ വരിക sin 2 pi into 10n by frequency fs എന്ന് വരും, അതായത് 30 അല്ലേ. സോ 2 pi n f n by t, അതായത് ടി ആണെന്ന് പറയുന്നത് 1/fs എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ കേസ് ഈക്വൽ ടു എന്ത് വരും, നമുക്ക് sin 2 pi n/3 എന്ന് വരും. ഇനി അതേപോലെ രണ്ടാമത്തെ 40 ഹെർട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ x2 of nt ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, sin 2 pi into 40 into n/30 വരും. ആൻഡ് ദിസ് തിങ് വിൽ ബി ഈക്വൽ ടു sin 2 pi 4n/3 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഈ sin 2 pi into 4n/3 വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു sin 2 pi into 1 + 1/3 എന്ന് എഴുതാമല്ലോ. 1 + 1/3 എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ അത് എന്തായിട്ടാണ് വരിക, എന്താ പറയുക, 2 pi + 2 pi/3 എന്നുള്ള രീതിയിൽ വരും. അതായത് ദിസ് ഈസ് ഈക്വൽ ടു sin 2 pi + 2 pi/3 എന്ന് വരും, ഓർ വിച്ച് ഈസ് ഈക്വൽ ടു sin 2 pi/3n. അപ്പോൾ അത് തന്നെയല്ല മേലെയും കിട്ടുന്നത്. ഇതും എന്താണ്, സെയിം ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സാമ്പിളിംഗ് ഫ്രീക്വൻസി 30 ആണ്. ഇതാണ് നമ്മുടെ ബേസ് ഫ്രീക്വൻസി, എന്താ പറയുക, 10 + 1 into fs, അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എഫ് എന്ന് എടുക്കുകയായിരുന്നെങ്കിൽ, അതായത് ഇത് നമ്മളുടെ എഫ്, ഇത് fs ആണ്. ഇതെന്താണ്, എഫ് പ്ലസ് fs, KFSലെ K എന്ന് പറയുന്നത് 1. അപ്പോൾ ആ രണ്ട് ഫ്രീക്വൻസികൾ നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ രണ്ടും നോക്കിയപ്പോഴും രണ്ടും എന്തായിട്ട് തന്നെ വന്നു, സെയിം വാല്യൂസ് തന്നെ കിട്ടി. അപ്പോൾ നമുക്കിവിടെ x1 എന്താ കിട്ടിയ, x1 of nt is equal to x2 of nt എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഏതിൻ്റെ ആണ് ഈ കിട്ടിയിട്ടുള്ള സാധനം, x2 എന്താ x1ൻ്റെ ആണോ x2ൻ്റെ ആണോ എന്നുള്ളത് നമുക്കവിടെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഇനി നമ്മളിപ്പോൾ എത്ര എടുത്തു കഴിഞ്ഞാൽ 70 എടുത്തു കഴിഞ്ഞാലും സെയിം കേസ് തന്നെ വരിക, 100 എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഒരു ഇഷ്യൂ അവിടെ വരുന്നുണ്ട്, ഏതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ 20 ആണ് എടുക്കുന്നത് വിചാരിക്കുക, 20. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്കവിടെ ചെക്ക് ചെയ്യാവുന്ന കേസാണ്. 20 എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, 20 ഉള്ള ഒരു ഇതാണ്, 20 ഹെർട്സിൻ്റെ ഒരു കേസും കൂടി വേണമെങ്കിൽ ജസ്റ്റ് നമുക്കത് പറഞ്ഞിട്ട് പോകാം. സോ ജസ്റ്റ് എക്സാമ്പിൾ വേണ്ടിയിട്ട് പറയുന്നതാണ്. x3 എന്നുള്ള രീതിയിൽ കൊടുക്കുക. x3 of nt is equal to നമുക്ക് എന്താ വരിക, sin 2 pi into 20n/30 എന്നാണ് വരിക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു sin 2 pi into, എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, 1 - 1/3 n എന്ന് എഴുതാം. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു -sin 2 pi/3 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്, വിത്ത് ദ സെയിം ഫ്രീക്വൻസി ആസ് x1 nt, മറ്റേൻ്റെ അതേ ഇതിൽ തന്നെയാണ്, ഫ്രീക്വൻസിയിൽ തന്നെ വീണ്ടും നമുക്ക് ഇതും വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ അവിടെ എന്ത് വരുന്നുണ്ട്, ആംബിഗ്യൂറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ 3 കേസുകൾ നമ്മൾ x1t, x2t, x3t എന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ these x3t and x2t yield exactly the same values as x3nt and x2nt yield the same values as x1nt when the 3 signals are sampled at 30 sample per second. 30 sample per second ചെയ്തപ്പോഴാണ് ആ പ്രശ്നം വന്നത്. ഈ കേസിൽ 30 ചെയ്തപ്പോഴുള്ള പ്രശ്നം വന്നത് എങ്ങനെയായിരുന്നു, f മൈനസ് fs എന്നുള്ള രീതിയിലാണ് ഇവിടെ നോക്കാവുന്നത്. നമുക്ക് വേണമെങ്കിൽ f മൈനസ് fs എന്നുള്ളത് വരുമ്പോൾ മൈനസ് എന്താ 10 - 30 സോറി ഓക്കെ തന്നെ 20 മൈനസ് ആ രീതിയിൽ വരുമ്പോഴാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ വരുന്ന പോലെയാണ്. 10ൻ്റെ ഡ്യൂപ്ലിക്കേഷൻ 40 വെച്ചിട്ടും 20 വെച്ചിട്ടും വരുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ അപരൻ എന്നുള്ള രീതിയിൽ ഏലിയാസ് എന്നുള്ള പേരിലാണ് നമ്മൾ അതിനെ വിളിക്കുക. ഏലിയാസ് എന്ന് പറഞ്ഞാൽ അപരൻ എന്നുള്ള ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഒരു മീനിങ്ങിലാണ്. അപ്പോൾ ഏലിയാസ് ആണ് എന്തെന്ന് പറയാം, വി ക്യാൻ സേ ദാറ്റ് ദ ഫ്രീക്വൻസീസ് 40 ഹെർട്സ് ആൻഡ് പിന്നെ ഏതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 20 ഹെർട്സ്. 20 hertz are alias of 10 hertz. 10 ഹെർട്സിൻ്റെ ഏലിയാസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. സിമിലർലി നമുക്കിവിടെ പറയാവുന്ന ഫ്രീക്വൻസീസ് ആണ് ഏതാ, f plus
30k എന്നുള്ള രീതിയിൽ പറയാം. അതിൽ k എന്ന് പറയുന്നത് എന്താവും +or-1 +or-2 ഇത് എന്ത് വാല്യൂസ് ആയി കഴിഞ്ഞാലും ഇതിനൊക്കെ എന്തിനെ കിട്ടാൻ പോകുന്നത് സെയിം കാര്യം തന്നെ കിട്ടാൻ പോകുന്നത്. അതേപോലെയാണ് ഇവിടുത്തെ ഈ 20 എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു കേട്ടോ. അതായത് f-fs എന്നുള്ള രീതിയിലാണ് 10 - 30 വരും -20 അപ്പോൾ അത് 20 എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ മെയിൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സിനെയാണ് നമ്മൾ ഏലിയാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ ഏലിയാസുകൾ വരും, അപ്പോൾ നമുക്ക് ആംബിഗ്വിറ്റി വരും. അപ്പോൾ ദാറ്റ് ഈസ് ദീസ് ഹൈ ഫ്രീക്വൻസി കോമ്പണൻസ് ക്യാൻ ബി മിസ്റ്റേക്കൺ ഫോർ ദ ലോ ഫ്രീക്വൻസി കോമ്പണൻറ്റ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ലോ ഫ്രീക്വൻസി കോമ്പണൻ്റായ 10 ഹെർട്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അതിനെ മിസ്റ്റേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഏലിയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഒരു ഫ്രീക്വൻസി സിഗ്നലാണ്, സേ F1 എന്ന് വിചാരിക്കുക, ലോ ഫ്രീക്വൻസി സിഗ്നലാണെന്ന് വിചാരിക്കാം ആദ്യത്തെ. രണ്ട് ഓക്കെ, സോ ഈ സിഗ്നൽ ഒരു ADCയിലേക്ക് കൊടുത്താൽ കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ കുറച്ചും കൂടി ഇതിപ്പോൾ നമുക്കറിയാം ടൈം പീരീഡ് കൂടുതലാണ്, 1 സെക്കൻഡാണ് ഇപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താ ഒരു സിഗ്നലാണ്, ഒരു ഫ്രീക്വൻസി ആണ് അവിടെ വന്നിട്ടുള്ള ഒരു ഫുൾ സൈക്കിൾ. ഇപ്പോൾ നേരെ തിരിച്ച് നമ്മൾ അടുത്ത 1 എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോഴേക്ക് എത്ര വരുന്നുണ്ട് 1 2 3 4 സിഗ്നലുകൾ വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ 4 ടൈംസ് ആയിരിക്കും. 4 സിഗ്നലുകൾ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് 10 ആണെങ്കിൽ ഇത് 40 എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, 1 ആണെങ്കിൽ 4 എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഈ രണ്ട് കേസിലും എനിക്ക് സാമ്പിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ള എന്ത് തന്നെയാണ് സെയിം സാധനങ്ങളാണ്, സെയിം എക്സോഫൻ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് two are the output of ADC producing the same samples with the different input കൊടുത്തിട്ട് നമുക്ക് സെയിം സാമ്പിൾ കിട്ടിയേക്കാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ഇതിന് മുകളിൽ വരച്ച് കാണിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ലോ ഫ്രീക്വൻസി സിഗ്നൽ, ഈ പുറത്ത് കൂടെ പോകുന്ന ഗ്രീൻ ലൈൻ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഈ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ മറ്റേ 4 വരുള്ളൂ, 1 2 3 4 സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാമ്പിളിങ് ഇൻസ്റ്റൻറ്റുകൾ ആണ് ഈ കാണിച്ചിട്ടുള്ളത് 0 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് സാമ്പിൾ ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം സെയിം വാല്യൂ ആണ് ഇപ്പോൾ ഏത് ഇത് വന്നു കഴിഞ്ഞാലും എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ 0, ഇവിടെ അതേപോലെ ഈ ഒരു പോയിന്റ് എടുക്കും, ഇത് ഈ പോയിന്റ് എടുക്കും, ഈ പോയിന്റ് എടുക്കും, ഈ പോയിന്റ് എടുക്കും. അപ്പോൾ ഇതിപ്പോൾ 2 ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പുറമേ നിൽക്കുന്ന എന്താ പറയുക ഇതിൽ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ സേ നമ്മളുടെ 10 ഹേർട്സിൻ്റെ ആയിരുന്നു, ഇത് എത്രയാ 40 ഹേർട്സിൻ്റെ ആണ്. അപ്പോൾ രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ് സെയിം കാര്യം തന്നെ കിട്ടുന്നത്. ഇപ്പോൾ ഇവിടുത്തെ അതൊന്ന് താഴേക്ക് എടുത്ത് വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇത് ലെറ്റ് ഇറ്റ് ബി 10 ഹേർട്സിൻ്റെ സിഗ്നലും ഇത് സേ നമുക്ക് അസ്യൂം ചെയ്യാം 40 ഹേർട്സിൻ്റെ എന്നുള്ള രീതിയിൽ ജസ്റ്റ് അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇപ്പോൾ എന്താ പറയുക ഇത് F ആണെങ്കിൽ ഇത് 4F, ഈ രണ്ട് സിഗ്നലുടെ കേസാണ് അവിടെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് കിട്ടുന്നുണ്ട് സെയിം കാര്യം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഓക്കെ ഇൻ ജനറൽ നമുക്ക് അതിൽ നിന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ സാമ്പിളിംഗ് ഫ്രീക്വൻസീസ് ദാറ്റ് ഈസ് FS if the sampling frequency is FS all the signals with frequencies above 𝜔s/2. അപ്പോൾ നമ്മളിപ്പോൾ FS തൽക്കാലം എടുക്കുന്നത് 30 ആണെങ്കിൽ all the frequencies above FS/2, അതായത് FS/2 എന്ന് പറഞ്ഞ ഇവിടുത്തെ കേസിൽ 15 FS/2 കോസ് ഏലിയാസിങ്, അതിന് മേലുള്ള എല്ലാ ഫ്രീക്വൻസികളും ഏലിയാസിങ് കോസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം. ആൻഡ് ദിസ് ഏലിയാസിങ് ക്യാൻ ബി അവോയ്ഡഡ് ഇഫ് ദ ഇൻപുട്ട് സിഗ്നൽ frequencies are below 1/2 of the sampling frequency. ഈ സാമ്പിളിംഗ് ഫ്രീക്വൻസിയുടെ പ്രശ്നമാണ് ഇവിടെ വരുന്നത്. അതായത് നമുക്ക് ഹാഫിൻ്റെ ഒരു പ്രശ്നമാണ് വന്നത്. അതായത് എന്തായിരുന്നു ഓൾ സിഗ്നൽസ് വിത്ത് ഫ്രീക്വൻസീസ് എബോവ് 𝜔s/2, 𝜔s/2നെ മേലെ ആയി കഴിഞ്ഞാലാണ് സാമ്പിളിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസീസ് ആർ ബിലോ 1/2 ഓഫ് ദ സാമ്പിൾ ഫ്രീക്വൻസി. മാക്സിമം ഇൻപുട്ടിൽ ഉണ്ടാവുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസിയുടെ ഹാഫിനും ചോടാക്കിയാൽ മതി. സോ ദിസ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ദ നൈക്വസ് ഫ്രീക്വൻസി. അതിനെയാണ് നൈക്വസ് ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ പറയുക, 𝜔n അല്ലെങ്കിൽ FN എന്നുള്ള രീതിയിൽ. വേറെ അതിന് പറയുക ഫോൾഡിങ് ഫ്രീക്വൻസി എന്നും ഉള്ള രീതിയിലും കൂടിയും പറയും. കാരണം അത് നമ്മുടെ ഇതിനെ തിരിച്ച് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരും -𝜔s/2 𝜔s/2 എന്നുള്ള റേഞ്ചിലേക്ക്. ഓക്കെ, ഇപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ ജനറൽ ഇഫ് ദ സാമ്പിളിംഗ് ഫ്രീക്വൻസീസ് 𝜔s or FS all signals with frequencies above 𝜔s/2 cause aliasing. 𝜔s/2ന് മേലെ ഉള്ളവരാണ് എന്ത് ഉണ്ടാകുന്നത് ഏലിയാസിങ്
കോസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദിസ് ഏലിയാസിങ് ക്യാൻ ബി അവോയ്ഡഡ് ഇഫ് ദ ഇൻപുട്സ് ഫ്രീക്വൻസീസ് ആർ ബിലോ 1/2 ഓഫ് ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കും. ആൻഡ് ദിസ് ഫ്രീക്വൻസി ഈസ് കോൾഡ് ദ നൈക്വിസ്റ്റ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിനെ നമ്മൾ പറയുന്നതാണ് നൈക്വിസ്റ്റ് ഫ്രീക്വൻസി, ഒമേഗ എൻ ഓർ എഫ് എൻ. And it is also known as the folding frequency because it folds the higher frequencies back down in the range minus omega s by 2 to omega s by 2. And if we restrict our spectral band of interest to the frequency range plus or minus omega s by 2 and sample the input signal with sampling rate omega s, then aliasing can be avoided. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് aliasing ഒഴിവാക്കാം. അപ്പോൾ അതായത് ഇതിൻ്റെ കണ്ടീഷൻ ഇതാണ് വരുന്നത്, എന്താ പറയുക, എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. ഈ എഫ് എം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻപുട്ടിലുള്ള എന്താ മാക്സിമം ഫ്രീക്വൻസി കോമ്പൗണ്ട് ആണ്. അതിൻ്റെ ട്വൈസ് എങ്കിലും സാമ്പിളിംഗ് ഫ്രീക്വൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏലിയാസിങ് എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. ദാറ്റ് ഈസ് ഇഫ് ദ മാക്സിമം ഫ്രീക്വൻസി കോമ്പണന്റ് പ്രസന്റ് ഇൻ ദ അനലോഗ് സിഗ്നൽ ഈസ് സേ 3 Hz, then to preserve all the information we will have to sample it at least at 6 kHz. അതായത് ഇപ്പോൾ നമുക്ക് മാക്സിമം ഇൻപുട്ടിൽ വന്നിട്ടുള്ളത് എന്തെന്ന് പറയുക 3 kHz ആണെങ്കിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സാമ്പിൾ ചെയ്യേണ്ടത് എന്തിലായിരിക്കണം, എഫ് എസ് എന്ന് പറയുന്നത് 2 times ആയിരിക്കണം മിനിമം. അതായത് 6 kHz സാമ്പിൾ ചെയ്യണം ഓർ മോർ. ഇതിനെക്കാട്ടിലും മോർ ആയാലും അത്രയും ബെറ്റർ. അപ്പോൾ അതാണ് അവിടെ ചെയ്യേണ്ട കാര്യം വരുന്നത്.